സൂരിനാമെ പെഹ്ലാ ദിൻ എന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതിൽ ലേഖകനായ ഹിമാംശു ജോഷി 20,000 കിലോമീറ്ററോളം യാത്ര ചെയ്ത് സൂരിനാമിൽ എത്തിയതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബാക്കി പഠിക്കാം. जिस हिंदी को भोजपुरी अवधि के रूप में हनुमान चालीसा तथा रामचरितमानस आदि धर्म ग्रंथों के माध्यम से भारत से जाते समय वे ले गए थे अपने साथ, और जिसे उन्होंने तूफान के बीच दिए की तरह जलाए रखा, आज 130 साल बाद वह एक नए रूप में साकार होकर उपस्थित हो रहा है. जिस हिंदी को भोजपुरी अवधि के रूप में हनुमान चालीसा तथा രാമചരിതമാനസ് ആദി ധർമ്മഗ്രന്ഥ. ഇപ്പോഴേ ഹനുമാൻ ചാലിസയും രാമചരിതമാനസ് ധർമ്മഗ്രന്ഥ മതഗ്രന്ഥങ്ങൾ ആണ്. അത് ഭോജ്പൂരി അവധി കെ രൂപ വാലി ഹിന്ദി. ഇപ്പോൾ ഹിന്ദിക്ക് 17 ബോലി 17 ബോലിയുണ്ട്, സംസാര ഭാഷ. അതിൽ ഒന്ന് ഭോജ്പൂരി അവധി, ആ രൂപത്തിലുള്ള ഹിന്ദി. അപ്പോൾ ഈ ഹനുമാൻ ചാലിസയും രാമചരിതമാനസ് തുടങ്ങിയ മതഗ്രന്ഥങ്ങൾ ധർമ്മഗ്രന്ഥ കെ മാധ്യം സെ ഭാരത് സേ ജാത്തെ സമയ വേ ലേ ഗയേ ഥേ. ഭാരത് സേ ജാത്തെ സമയ, ഭാരതത്തിൽ നിന്നും പോകുന്ന സമയം, വേ ലേ ഗയേ ഥേ, അവർ കൊണ്ടുപോയിരുന്നു. അവർ ആരാണെന്നുള്ളത് 2-3 വരി താഴെയായിട്ട് ഉണ്ട്. വ അബ് ഗിർമിട്ടിയാം ശ്രമികോം കി ഹി നഹി. അപ്പോഴേ വേ ഇവിടുന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗിർമിട്ടിയ ശ്രമിക്. ഗിർമിട്ടിയ ശ്രമിക് എന്ന് പറഞ്ഞാൽ കരാർ തൊഴിലാളികൾ. ഇപ്പോഴേ കരാർ തൊഴിലാളികൾ ഭാരത് സേ ജാത്തെ സമയം, ഗിർമിട്ടിയാം ശ്രമിക് ഭാരത് സേ ജാത്തെ സമയം അപ്നെ സാത്ത് തങ്ങളുടെ കൂടെ ഹനുമാൻ ചാലിസ തഥാ രാമചരിതമാനസ് ആദി ധർമ്മഗ്രന്ഥ അപ്നെ സാത്ത് ലേഗയെ. അവർ ഭാരതത്തിൽ നിന്നും പോയപ്പോൾ തങ്ങളുടെ കൂടെ ഹനുമാൻ ചാലിസായും രാമചരിതമാനസ് തുടങ്ങിയ മതഗ്രന്ഥങ്ങൾ അവർ കൊണ്ടുപോയി. ഔർ ജിസെ ഉൻഹോംനെ തൂഫാൻ കെ ബീച്ച് ദിയെ കി തര ജലായെ രഖ. തൂഫാൻ കെ ബീച്ച് ദിയെ, തൂഫാൻ കൊടുങ്കാറ്റ്, ബീച്ച് മധ്യത്തിൽ, ദിയെ കി തര, ദിയ വിളക്ക്. നമുക്കറിയാം വലിയ കൊടുങ്കാറ്റിനിടയിൽ വിളക്ക് കത്തിച്ചു വെക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അതുപോലെ തൂഫാൻ കെ ബീച്ച് ദിയെ കി തര, അവിടെയുള്ള ഈ സൂരിനാമിലെ ഭാഷ ഡച്ച് ഭാഷയുടെയൊക്കെ ഇടയിൽ ഈ ഹിന്ദി ഭാഷയെ അവർ സൂക്ഷിക്കുക എന്ന് പറയുന്നത് തൂഫാൻ കെ ബീച്ച് ദിയെ കി തര ജലായ രഖ. കൊടുങ്കാറ്റിൻ്റെ ഇടയിൽ വിളക്ക് കത്തിച്ചു വെക്കുന്ന ആ അനുഭവം, അല്ലെ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഈ ഹിന്ദി ഭാഷയെ അല്ലെങ്കിൽ ഹിന്ദിയെ അവിടെ സൂക്ഷിച്ച് വെച്ചത്. ആജ് 130 साल बाद वह एक नए रूप में साकार होकर उपस्थित हो रहा है. ഇന്ന് 130 വർഷങ്ങൾക്ക് ശേഷം ഏക് നയേ രൂപമേം, ഒരു പുതിയ രൂപത്തിൽ പ്രത്യക്ഷം അല്ലെങ്കിൽ പ്രകടമാകുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ അവരെ ഈ ഗിർമിട്ടിയാം ശ്രമിക ഇവിടെ നിന്നും കൊണ്ടുപോയ ഹനുമാൻ ചാലിസ, രാമചരിതമാനസ് തുടങ്ങിയ മതഗ്രന്ഥങ്ങൾ കൊടുങ്കാറ്റിൻ്റെ ഇടയിൽ വിളക്ക് കത്തിച്ചു വെക്കുന്നത് പോലെ അവർ കൊണ്ടുപോയ ഹിന്ദി ഇന്ന് 130 साल बाद 130 വർഷങ്ങൾക്ക് ശേഷം നയേ രൂപമേം സാകാർ ഹോക്കർ ഉപസ്ഥിത് ഹോ രഹാ ഹെ. 130 വർഷങ്ങൾക്ക് ശേഷം പുതിയ രൂപത്തിൽ പ്രകടം ആകുകയാണ്. वह अब गिरमिटियाम श्रमिकों की ही नहीं, शासकों, राष्ट्र अध्यक्षों की भी भाषा बन गई है, जो संसार के 120 देशों में
किसी न किसी रूप में अपनी उपस्थिति का അഹസാസ് ജതാ രഹി ഹെ. അത് ഇന്ന് കരാർ തൊഴിലാളികളുടെ മാത്രം അല്ല, ശാസക് ഭരണകർത്താക്കളുടെയും രാഷ്ട്ര അധ്യക്ഷ രാഷ്ട്രപതിമാരുടെയും की भी भाषा बन गई है, അവരുടെയും ഭാഷയായിരിക്കുകയാണ്. जो संसार के 120 ദേശോं में, ലോകത്തിലെ 120 രാജ്യങ്ങളിൽ किसी न किसी रूप में अपनी उपस्थिति का അഹസാസ് ജതാ രഹി ഹെ, ഏതെങ്കിലും ഉള്ള രൂപത്തിൽ ഉപസ്ഥിതി കാ അഹസാസ്, തൻ്റെ സാന്നിധ്യം ജതാ രഹി ഹെ, അറിയിക്കുന്നു. അപ്പോൾ കിസി ന കിസി രൂപമേ, ഏതെങ്കിലും രൂപത്തിൽ ഇതിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യം അറിയിക്കുകയാണ് ചെയ്യുന്നത്. മൊറീഷ്യസ്, त्रिनिदाद, ब्रिटेन के पश्चात विश्व हिंदी सम्मेलनों की यह 7वीं यात्रा है, 7वीं मंजिल. मॉरिशस, त्रिनिदाद, ब्रिटेन के पश्चात, അപ്പോൾ വിശ്വ ഹിന്ദി സമ്മേളൻ. അപ്പോൾ മോറിഷസിൽ, ത്രിനിദാദിൽ, ബ്രിട്ടൻ, അതിനുശേഷം ഈ വിശ്വ ഹിന്ദി സമ്മേളനക്ക് യ 7वीं യാത്ര ഹെ. അപ്പം ഈ 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളൻ ആണ് ഇത്. 7वीं മഞ്ചിൽ, മഞ്ചിൽ എന്ന് പറഞ്ഞാൽ താവളം അല്ലെങ്കിൽ ലക്ഷ്യം. അപ്പം 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളൻ ആണ് ഇപ്പോൾ സൂരിനാമിൽ നടക്കുന്നത്. 130 साल पहले जो प्रथम भारतीय श्रमिक यहाँ आए थे, उनके आगमन की स्मृति में इस हिंदी महापर्व का आयोजन हो रहा है. 130 साल पहले, 130 വർഷങ്ങൾക്ക് പഹലെ മുൻപ്, जो प्रथम भारतीय श्रमिक यहाँ आए थे, ഇവിടെ വന്ന ആദ്യമായിട്ട് വന്നതായിട്ടുള്ള ഭാരത തൊഴിലാളികൾ यहाँ आए थे, उनके ആഗമൻ की സ്മൃതി में, ആഗമൻ വരവിൻ്റെ സ്മൃതി ഓർമ്മയായിട്ടാണ് ഹിന്ദി മഹാപർവ് കാ ആയോജൻ, മഹാപർവ് മഹോത്സവം, പർവ് ഉത്സവം, ഹിന്ദി മഹാപർവ്, ഈ ഹിന്ദി മഹോത്സവം. അപ്പോഴേ ഹിന്ദി മഹോത്സവം നടക്കുന്നത് പ്രഥമ ഭാരതീയ ശ്രമികെ ആഗമൻ കി സ്മൃതി में, അവരുടെ ഓർമ്മയ്ക്കായിട്ടാണിത് നടത്തപ്പെടുന്നത്. भारत के अलावा अनेक देशों के हिंदी लेखक, हिंदी प्राध्यापक, हिंदी प्रचारक, हिंदी सेवी अपनी उपस्थिति का अहसास जता रहे हैं. भारत के अलावा, ഭാരതത്തെ കൂടാതെ, അലാവ അനേക ദേശം കെ, അനേക രാജ്യങ്ങളിലെ ഹിന്ദി ലേഖക്, ഹിന്ദി ലേഖകർ, ഹിന്ദി പ്രാധ്യാപക്, ഹിന്ദി അധ്യാപകർ, ഹിന്ദി പ്രചാരക്, ഹിന്ദി പ്രചാരകർ, ഹിന്ദി സേവി, ഹിന്ദി സേവകരും അപ്പനി ഉപസ്ഥിതി കാ അഹസാസ് ജതാ രഹേ ഹെ, തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നു. लगभग 4.5 लाख आबादी वाले इस देश में, जिसके 37% लोग भारतीय मूल के हैं, सर्वत्र भारतीय ही भारतीय दिख रहे हैं. लगभग 4.5 लाख आबादी वाले इस देश, आबादी जनसंख्या 4.5, 4.5 ലാഖ് ലക്ഷം, ഏകദേശം 4.5 ലക്ഷം ജനസംഖ്യയുള്ള ഇസ് ദേശ് മേം, ഈ രാജ്യത്തിൽ 37% ലോക ഭാരതീയ മൂൽ കെ ഹെ, 37% ജനങ്ങൾ ഇന്ത്യൻ വംശജരാണ്. സർവത്ര ഭാരതീയ ഹി ഭാരതീയ ദിഖ് രഹേ ഹെ, എല്ലായിടത്തും ഇന്ത്യക്കാരെയാണ് കാണപ്പെടുന്നത്. പാരാമാരിബോ ശഹർ സൂരിനാമി നഹീം, एक भारतीय शहर जैसा लग रहा है. അപ്പം പാരാമാരിബോ ഷഹർ, സൂരിനാമിലെ തലസ്ഥാനമായ പാരാമാരിബോ ഷഹർ, പാരാമാരിബോ പട്ടണം കണ്ടിട്ട് സൂരിനാമി നഹീം एक ഭാരതീയ ഷഹർ ജൈസാ ലഗ് രഹാ ഹെ, ഒരു ഇന്ത്യൻ പട്ടണം ആണെന്നാണ് തോന്നുന്നത്. ധന്യവാദ്.